ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ശക്തി ആ ആത്മബലം തന്നെയാണ് തരുന്നത്. അപ്പം അത് അനുഭവിക്കണമെങ്കിൽ ശരിയായ അറിവുകൾ അത് കുട്ടിക്കാലത്ത് തന്നെ കിട്ടുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. പക്ഷെ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വളരെ വൈകിട്ട് എയർഫോഴ്സ് ലൈഫിൽ ഒരു 30-35 വയസ്സിന് ശേഷമാണ് എങ്ങനെ ചെറിയ കുറേ നല്ല ഗുരുക്കന്മാരെ അത് ഭഗവാൻ ഒന്നിങ്ങനെ തട്ടിവിട്ട പോലെ പച്ചക്കറി മേടിക്കാൻ പോയ ആൾ ഞാനൊരു ആശ്രമത്തിലെത്തിയാണ്. അതൊരു അത്ഭുതമായിട്ട് ഞാൻ തോന്നുന്നുണ്ട്. അതിനുശേഷം അവിടെ നിത്യസന്ദർശകരാകാൻ കഴിഞ്ഞു. കുറച്ചു കാലം ഗുരുകുലത്തിലെ കുറച്ച് കാര്യങ്ങൾ, വളരെ പരിമിതമായ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെറിയ സമയത്തിൽ അനുഭവിക്കാനും കഴിഞ്ഞു. അപ്പം ഈ ആത്മബലം അനുഭവിക്കാൻ നമ്മൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഒരു ബലം എങ്ങനെ കൂട്ടുക എന്നുള്ളതാണ് ശരിക്കും വലിയൊരു ചിന്ത. പല ആളുകളും ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ വരുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ടീച്ചർ പറഞ്ഞ ആ ഒരു ആനന്ദം തന്നെയാണ്. പക്ഷെ അതെവിടെ കിട്ടുമെന്ന് അതാണ് വലിയൊരു ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ഫൗണ്ടേഷനിൽ അടിത്തറയിൽ വന്നൊരു ചെറിയ പാകപ്പിഴ നമ്മൾ കരുതുന്നുണ്ട്. ഈ എക്സൈറ്റ്മെന്റ് ഓടിച്ചാടി കളിക്കുമ്പോൾ, കൂട്ടുകാരുടെ കൂടെ തുള്ളിക്കളിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പദാർത്ഥം കഴിക്കുമ്പോൾ, പുതിയ വസ്ത്രം അണിയുമ്പോൾ, ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നത് ആനന്ദമാണെന്ന്. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതൊരു താൽക്കാലിക സുഖം മാത്രമാണ്. അപ്പൊ ഈ സുഖവും സന്തോഷവും വേർതിരിച്ച് അറിയാൻ അത് കുട്ടികളെ മാത്രമല്ല മുതിർന്ന ആളുകളെ ഒന്ന് പരിചയിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാത അവിടെ ശരിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് സ്വന്തം അനുഭവത്തിനാണ്. എയർഫോഴ്സിലായിരുന്നു, ഒരുപാട് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആത്മബലം എൻ്റെ സ്വന്തം അനുഭവം എടുക്കുകയാണെങ്കിൽ ഗുരുനാഥന്മാർ പകർന്നു തന്ന ധ്യാനം കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് ഞാൻ പോലും അറിയാതെ കേരളത്തിലെ സാധാരണക്കാരുടെ ഭക്ഷണ രീതികളെല്ലാം നമ്മൾ ഏറ്റവും എന്താ പറയുക രജോ ഗുണം കൂടിയ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ പോലും അറിയാതെ വിട്ടുപോയി. മോശം പദാർത്ഥങ്ങളിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞുപോയി. അനാവശ്യമായ യുദ്ധങ്ങളിൽ, അതിപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നമ്മൾ സമയം കിട്ടുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഉള്ള യുദ്ധങ്ങളൊക്കെ അതിന്നൊക്കെ നമ്മൾ പോലും അറിയാതെ പിൻവലിയാൻ തുടങ്ങി. ഈ പിൻവലിയിൽ ഒരിക്കലും ഒരു ബലക്കുറവായി തോന്നിയില്ല. അതൊരു ആനന്ദം തരുന്നുണ്ട്. നമ്മളെ തർക്കിക്കാൻ വരുന്നവരെ, നമ്മളെ യുദ്ധം ചെയ്യാൻ വരുന്നവരോട് മനസ്സിൽ ജയിച്ചുകൊണ്ട് നിങ്ങൾ ശരിയാണെന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറാനുള്ള ഒരു ശക്തി ധ്യാനം എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും കുട്ടികളായിട്ടും ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ഇതൊന്ന് അനുഭവിക്കാനുള്ളൊരു ഇതാ കൊടുക്കാറ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ധ്യാനം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അവർ വേറൊരു അതുവരെ അനുഭവിക്കാത്ത എന്തോ ഒരു സാധനം കിട്ടിയ പോലെ പല കുട്ടികളും അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ, പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ കാലഘട്ടം പോലെ ഒന്നല്ല. അവർക്ക് ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരുപാട് അവസരങ്ങളാണ്. അതിന്ന് പല കുട്ടികളും വേർതിരിഞ്ഞ് ഒന്ന് വിട്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കഴിയുന്നില്ല. ഈ സുഖത്തിൻ്റെ ഒരു പ്രശ്നം, ഏതെങ്കിലും ഒരു പദാർത്ഥത്തിലൂടെ സുഖം കിട്ടുകയാണെങ്കിൽ പിന്നീട് നാളെ അതേ അമൗണ്ടിൽ സുഖം അനുഭവിക്കണമെങ്കിൽ ആ പദാർത്ഥം അത്രയും കഴിച്ചാൽ പോരാ, കുറച്ചും കൂടി കൂടുതൽ കഴിക്കണം. അപ്പൊ കഴിക്കുന്ന പദാർത്ഥം കൂടുതൽ എമൗണ്ട് നമ്മൾ കഴിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ സുഖം നമ്മൾ അനുഭവിക്കുകയില്ല. മാനസികമായിട്ട് വല്ലാത്തൊരു കടുത്ത നിരാശയിലേക്ക്, വേദനയിലേക്ക്, കടുത്ത ഡിപ്രഷനിലേക്കാണ് ഈ വ്യക്തി പോകുന്നതും. അത് നമ്മളെ അടിമയാക്കാണ്. അപ്പൊ അത് വിട്ടിട്ട് യഥാർത്ഥ ആനന്ദം പരോപകാരത്തിലൂടെ, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ദേവഭാവത്തിലൂടെ, മറ്റുള്ളവർക്കൊക്കെ സഹായിക്കാൻ കഴിയുന്ന പ്രവൃത്തിയിലൂടെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ, അത് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത് പല സ്കൂളുകളിലും NSS യൂണിറ്റ് ഉണ്ട്. അവിടെയുള്ള കുട്ടികൾ മറ്റു കുട്ടികളെക്കാൾ കുറച്ചും കൂടി ഹാപ്പിയാണ്, വളരെ പ്രൊഡക്റ്റീവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ക്യാമ്പിന് പോയിരുന്നു. അവിടെ തന്നെ കുട്ടികൾ, ഒരു പാവപ്പെട്ട വീട്ടിലെ അച്ഛൻ മരിച്ചു പോയൊരു വീട്, അവിടെ 2 പെൺകുട്ടികളാണ്. അവർക്ക് ഇവർ കല്ലും മണ്ണും എല്ലാം ഏറ്റിയിട്ടൊക്കെ വീട് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ പ്രൊജക്റ്റിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ കുട്ടികൾ വല്ലാത്തൊരു ആനന്ദം, ഒരു പദാർത്ഥത്തിനും തരാൻ കഴിയാത്ത, അതിനും എത്രയോ അപ്പുറമുള്ള ഒരു ആനന്ദം ആ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായത് അതാണ്. ഏറ്റവും ഇങ്ങനെ ഒരു
സർവീസിനുള്ള അവസരവും ഈ സുഖവും സന്തോഷം തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് യഥാർത്ഥ ആനന്ദമാണ്. അതിനുള്ള കുറച്ച് പ്രാക്ടീസുകൾ, ധ്യാനമായിക്കോട്ടെ, വീട്ടിലെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ കുട്ടിക്കാലം മുതൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇനി കുട്ടിക്കാലത്ത് കിട്ടിയില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പോയേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്താണ് അത് പറയുന്നത്. അപ്പൊ അത് എവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റുന്നോ, ഇന്നലകളെ നമുക്ക് മറക്കാം. ഇന്ന് മുതൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അതിപ്പോ കുട്ടികളെ മാത്രമല്ല കേട്ടോ, ഞാൻ എൻ്റെ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ, അതിൽ ഡോക്ടേഴ്സും ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് വരാറുണ്ട്. അവരെല്ലാം ഈ മാനസികമായിട്ട് നമ്മൾ ഈ പറയുന്ന സംഘർഷങ്ങള് അവനോട് തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് പലരും ജീവിക്കുന്നത്. അപ്പൊ അതിലൊക്കെ അവരെ സഹായിക്കാറുണ്ട്. അത്രയാണ് എനിക്ക് അതിൽ ഷെയർ ചെയ്യാനുള്ളത്. രാഹുൽജിക്ക് കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റും. അദ്ദേഹം ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അതിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്.